ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് പഞ്ചതന്ത്രത്തിലെ മറ്റൊരു പുതിയ കഥയാണ്. അതിന്റെ പേരാണ് കുറുനരിയും ഭൂതഭയവും. പണ്ട് നടന്ന കാര്യമാണ്. ഒരു വനത്തിൽ ഒരു കുറുനരി വസിച്ചിരുന്നു. ഒരു ദിവസം കുറുനരിക്ക് വല്ലാതെ വിശപ്പ് തോന്നി. എന്നാൽ വനത്തിൽ കുറുനരിക്ക് തിന്നാനായി പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. അവൻ ചിന്തിക്കാൻ തുടങ്ങി. വല്ലാതെ വിശക്കുന്നുണ്ട്, ഇന്നാണെങ്കിൽ ഒന്ന് കിട്ടിയതുമില്ല. അവൻ തന്റെ വിശപ്പ് ശമിപ്പിക്കാനായി വനത്തിൽ നിന്നോടി ഒരു യുദ്ധഭൂമിയിൽ എത്തുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. നാലുപാടും പരന്നു കിടക്കുന്ന വിജനമായ മൈതാനം മാത്രം. അല്ലേ, ഇവിടെ ഒന്നുമില്ലല്ലോ, എല്ലാം ശൂന്യമായി കിടക്കുന്നു. പിന്നെ വിജനമായ മൈതാനം, ഇവിടെ തിന്നാൻ എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ആ മൈതാനത്ത് നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. അത് അവിടെ വീശുന്ന ശക്തിയായ കാറ്റുമൂലമുണ്ടാകുന്നതാണ്. ആ കാറ്റുകൊണ്ട് മാവിന്റെ കൊമ്പുകൾ ഒരു ഡ്രമ്മുമായി കൂട്ടിമുട്ടുന്നു. അങ്ങനെയാണ് ആ ശബ്ദം വരുന്നത്. അത് വളരെ വിചിത്രമായൊരു ശബ്ദമായിരുന്നു. നോക്കിയപ്പോൾ മുന്നിലുള്ള ഒരു മാവിന്റെ ചുവട്ടിലായി വലിയൊരു ഡ്രം കാണപ്പെടുന്നു. അപ്പോഴവൻ ചിന്തിക്കുന്നു, ഇവിടെ ആരും തന്നെ ഇല്ലാത്ത ഈ വിജനമായ മൈതാനത്ത് ഈ ഡ്രം എന്ത് ചെയ്യാനാണ്? ആരോ ഉപേക്ഷിച്ചു പോയതാണെന്ന് തോന്നുന്നു. ഞാൻ എന്തിനാ വെറുതെ ഇതാലോചിച്ച് വിഷമിക്കുന്നത്? അടുത്തു പോയി നോക്കാം, അതിൽ തിന്നാനുള്ള എന്തെങ്കിലും കിട്ടിയാലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറുനരി ആ ഡ്രമ്മിനടുത്തേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ വീണ്ടും അവൻ ആ ശബ്ദം കേൾക്കുന്നു. അവൻ പേടിച്ചു പോകുന്നു. അവൻ പിന്നിലേക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു. ഈ മൈതാനം എത്രയോ വിജനമാണ്. പിന്നെ ഈ മൈതാനത്ത് ഈ ഒഴിഞ്ഞ ഡ്രം ആണുള്ളത്. അപ്പൊ പിന്നെ ഈ ശബ്ദം എവിടെ നിന്ന് വരുന്നു? ഇതിനകത്ത് വല്ല ഭൂതവും ഉണ്ടാവോ? അല്ലെങ്കിൽ തന്നെ ഇതൊരു യുദ്ധഭൂമിയാണ്. ആർക്കറിയാം, ഇവിടെ എത്രയോ രാജാക്കന്മാരും പട്ടാളക്കാരും മരിച്ചിട്ടുണ്ടാവുമെന്ന്. ആത്മാക്കൾ ഇവിടെ എങ്ങാനും അലയുന്നുണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് പോയേ മതിയാകൂ. ആർക്കറിയാം, ആരെങ്കിലും എന്നെ ആക്രമിച്ചാലോ? എന്തിനാ വെറുതെ ചാവാൻ നോക്കുന്നത്? ഇവിടെ നിന്ന് പെട്ടെന്ന് പോവാൻ നോക്കുക നല്ലത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും അവൻ ഓർക്കുന്നു, ഇല്ലില്ല, ഞാൻ ഇവിടുന്ന് പോകാൻ പാടില്ല. ആദ്യം ഒന്ന് നോക്കാം സംഗതി എന്താണെന്ന്. കുറുനരി ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് ശക്തിയായ കാറ്റ് വീശാൻ തുടങ്ങുന്നു. കൂടാതെ വീണ്ടും ആ പേടിപ്പെടുത്തുന്ന ശബ്ദം കേൾക്കുന്നു. അവൻ മുന്നോട്ട് നീങ്ങുന്നതിന് പകരം ആലോചിക്കാൻ തുടങ്ങുന്നു. ഈ ഡ്രമ്മിൽ മനുഷ്യരാരെങ്കിലും ഒളിഞ്ഞിരുന്ന് എന്നെ നോക്കുന്നുണ്ടാവോ? ഞാൻ ഡ്രമ്മിനടുത്തേക്ക് നീങ്ങുമ്പോ തന്നെ അവൻ അറിയുന്നുണ്ടല്ലോ ഞാൻ മുന്നോട്ട് നീങ്ങുകയാണെന്ന്. അവന് വല്ല ദേഷ്യവും വന്നാല് എന്നെ എങ്ങാനും ആക്രമിച്ചാലോ? ആർക്കറിയാം, വല്ല യോദ്ധാവുമാണെങ്കിലോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുറുനരി ആ യുദ്ധ മൈതാനത്തിൽ നിന്ന് ഓടി ദൂരെയുള്ള വനത്തിലെത്തുന്നു. അവൻ കിതയ്ക്കാൻ തുടങ്ങുന്നു. പിന്നെ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവനൊരു ചിന്ത ഉദിക്കുന്നു. അവിടെ എങ്ങും ആരും ഇല്ലായിരുന്നെന്നാ തോന്നുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കാണുമായിരുന്നില്ലേ? അപ്പോ എന്നെ പിന്തുടർന്ന് ഇവിടം വരെ വന്നേനെ. അല്ലെങ്കിലും പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുമ്പോഴല്ല, അത് നേരിടുമ്പോഴാണ് പരിഹാരം ഉണ്ടാകുന്നത്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ വീണ്ടും തിരികെ ആ യുദ്ധ മൈതാനത്ത് വരുന്നു. അവിടെ എത്തിയിട്ട് ആ ഡ്രമ്മിനടുത്തേക്ക് സാവധാനം ശബ്ദമുണ്ടാക്കാതെ മുന്നോട്ട് നീങ്ങുന്നു. അവൻ ആ ഡ്രമ്മിനുള്ളിലേക്ക് എത്തി നോക്കുന്നു. അപ്പോഴവൻ ഞെട്ടിപ്പോകുന്നു. അല്ലേ, ഇതെന്താണ്? ഈ ഡ്രമ്മിൽ ഇത്രയേറെ മാമ്പഴമോ? പിന്നെ ഇതിൽ മനുഷ്യരാരും ഇല്ലതാനും. അപ്പോൾ ഈ ശബ്ദം എങ്ങനെയാ ഉണ്ടായിരുന്നത്? അവൻ ചിന്തിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ശക്തിയായ കാറ്റ് വീശുകയും ആ മാവിന്റെ കൊമ്പുകൾ ഡ്രമ്മിൽ കൂട്ടിമുട്ടുകയും ചെയ്യുന്നു. ആ കൊമ്പിൽ എത്രത്തോളം മാമ്പഴമുണ്ടായിരുന്നു അതെല്ലാം ആ ഡ്രമ്മിലേക്ക് പൊട്ടി വീഴുന്നു. ഇത് കണ്ടപ്പോൾ അവൻ ചിന്തിക്കുന്നു, ഓ, അപ്പൊ ഇതായിരുന്നു ഈ ഡ്രമ്മിൽ നിന്ന് ശബ്ദം വരാനുള്ള കാരണം. ആ മരക്കൊമ്പുകൾ കാറ്റടിച്ചപ്പോ ഇതിന്മേൽ തട്ടുകയായിരുന്നു. അങ്ങനെ മാമ്പഴമെല്ലാം ഈ ഡ്രമ്മിലേക്ക് പൊട്ടി വീഴുകയായിരുന്നു. ഞാൻ വെറുതെ പേടിച്ചോടുകയായിരുന്നു. ആരോ പറഞ്ഞത് എത്ര ശരിയാ. പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിലല്ല, മറിച്ച് അതിനെ നേരിടുന്നതിലാണ് മിടുക്ക് എന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ആ ഡ്രമ്മിലെ മാമ്പഴമെല്ലാം എടുക്കുന്നു.
എന്നിട്ട് അവയിൽ ചിലത് തിന്നാൻ തുടങ്ങുന്നു. ഇപ്രകാരം ആ കുറുനരിയുടെ തൻ്റെയിടം കൊണ്ട് അവന്റെ വിശപ്പും ശമിക്കുന്നു, അവന്റെ പേടിയും അവസാനിക്കുന്നു. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: ഏത് പ്രശ്നത്തിനും എന്തെങ്കിലും ഒരു പരിഹാരം തീർച്ചയായും ഉണ്ട്. അതിൽ നിന്ന് പേടിച്ചോടുകയല്ല, മറിച്ച് അത് പരിഹരിക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.